തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചത്തിന്റെ നാഥന്റെ എല്ലാ കൽപ്പനകളെയും മാനിക്കലാണ് മതഭക്തി എന്ന് പറയുന്നത്. അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ പോലും ഇസ്ലാം ഗൗരവമായി വിലക്കിയിട്ടുള്ള ഒരു മതം. ആ അന്യ സ്ത്രീയുമായിട്ട് അതുപോലെ തന്നെ ഇടപഴകുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാള്, അയാൾ മുസ്ലിമല്ലേ? അത് ഓരോരുത്തർക്കും അതിനനുസരിച്ച് ചെയ്യാം. ആരെയും നിർബന്ധിക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ ഇത് ആദ്യമായാണ് സൂപ്പർ താരത്തിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനവുമായി മുസ്ലിം സമുദായത്തിലെ ഒരു പ്രബല വിഭാഗം പരസ്യമായി രംഗത്ത് വരുന്നത്. ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് മതചിഹ്നങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള CPM നേതാവായിരുന്നു EMS എന്നും പാർട്ടി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിക്ക് മറുപടിയുമായി ഹുസൈൻ സലഫി പറഞ്ഞു. ആ വിളക്ക് കൊളുത്തുന്ന വേറൊരു വിളക്ക് മാത്രമല്ല അവിടെ മാലുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും, തേങ്ങുണ്ട്, മലരുണ്ട്, നിറവറയുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? അപ്പൊ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് മുമ്പ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, സർക്കാർ പ്രോഗ്രാമുകളിൽ നിന്നെങ്കിലും മതചിഹ്നങ്ങൾ എടുത്തു മാറ്റിയാൽ നിലവിളക്ക് ഉടനെ അപ്രത്യക്ഷമായിക്കൊള്ളും. മതേതര ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസത്തെ പറയാനും അത് കാത്തു സൂക്ഷിക്കാനും അത് പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നാടമുറുക്കൽ പോലെയല്ല വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനം. മനസ്സിലാണ് ആരാധനാഭാവം ഉണ്ടാകേണ്ടത്. അതിനാൽ മന്ത്രിക്ക് വിളക്ക് കൊളുത്താതെ മാറി നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നടൻ അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മുജാഹിദ് വിഭാഗം നേതാവ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഒരു മന്ത്രി അത് നിരാകരിച്ചതിനെ അദ്ദേഹം ചോദ്യം ചെയ്തുവെന്നാണ്. ചോദ്യം ചെയ്യലും പാടില്ല, ഒരാളെ നിർബന്ധിക്കാനും പാടില്ല. അദ്ദേഹത്തിന് അത് കത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ കത്തിക്കുന്നത് തന്റെ വിശ്വാസത്തിന് ഹാനികരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.